പ്രിയപ്പെട്ടവരെ, നേപ്പാളിലെ ടാറ്റപ്പാനിയിൽ നിന്നും മുന്നോട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളുമായി നാടോടി കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാരായണൻ കുട്ടമത്ത്. ടാറ്റപ്പാനിയിലെ തണുത്ത പ്രഭാതത്തിൽ അവിടുത്തെ ചുടുനീരുറവയിൽ സുഖകരമായി കുളിച്ച ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ടിബറ്റിലെ ന്യാലം എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അല്പദൂരം ചെന്നപ്പോൾ മണ്ണിടിച്ചിൽ കാരണം കുറച്ച് ദൂരത്തേക്ക് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നത് കണ്ടു. ഹിമാലയൻ യാത്രകളിൽ ഇതൊരു പതിവ് കാഴ്ചയാണ്. ഞങ്ങളുടെ ലഗേജുകൾ ചുമട്ടുകാർ റോഡ് ഗതാഗതം സാധ്യമായ അടുത്ത സ്ഥലം വരെ എത്തിച്ചു തന്നു. അവിടെ യാത്രികരെ കാത്തുനിന്ന വാഹനങ്ങളിൽ ലഗേജും കയറ്റി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ടാറ്റപ്പാനിയിൽ നിന്നും ന്യാലത്തിലേക്ക് ഏകദേശം 35 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എങ്കിലും ഇവ രണ്ടും രണ്ട് രാജ്യങ്ങളിലായതിനാൽ നേപ്പാൾ ചൈന അതിർത്തിയിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനെടുക്കുന്ന സമയത്തിൻ്റെ അനിശ്ചിതത്വം കാരണമാണ് ഞങ്ങൾ രാവിലെ തന്നെ ടാറ്റപ്പാനിയിൽ നിന്നും പുറപ്പെട്ടത്. നേപ്പാൾ ചൈന അതിർത്തിയിലുള്ള നേപ്പാളിൻ്റെ ഇമിഗ്രേഷൻ ഓഫീസാണിത്. ഇവിടെയാണ് നേപ്പാളിൻ്റെ അതിർത്തി. ഇത് കോദാരി എന്ന സ്ഥലം. നേപ്പാളിൻ്റെയും ചൈനയുടെയും അതിരിലൂടെ ഒരു പുഴ ഒഴുകുന്നു. ഇവിടെ ഈ മുന്നിൽ കാണുന്നതാണ് ചൈനയുടെ ഇമിഗ്രേഷൻ ഓഫീസ്. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം യാത്ര തുടർന്ന് ഉച്ചയോടെ ഞങ്ങൾ ന്യാലത്തെ ഹോട്ടലിലെത്തി. സമുദ്രനിരപ്പിൽ നിന്നും 3750 മീറ്റർ ഉയരത്തിലാണ് ന്യാലം സ്ഥിതി ചെയ്യുന്നത്. കോടമഞ്ഞ് തഴുകി നടക്കുന്ന പർവ്വതനിരകളെ ന്യാലത്തിന് ചുറ്റും കാണാം. കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ കൈലാസ യാത്രികർ ചിലപ്പോൾ 2 ദിവസം ന്യാലത്ത് താമസിക്കാറുണ്ടെങ്കിലും ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ തന്നെ അവിടെ നിന്നും ജോങ്ബ എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സമുദ്രനിരപ്പിൽ നിന്നും 4700 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജോങ്ബായിലേക്ക് ന്യാലത്തിൽ നിന്നും 400 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം 11 മണിക്കൂറോളം ഈ യാത്രക്കെടുക്കും. എങ്കിലും പല നിറത്തിലും വലിപ്പത്തിലും ആകൃതിയിലുമുള്ള മലകൾ, പുഴകൾ, തടാകങ്ങൾ, അങ്ങനെ വൈവിധ്യമാർന്ന മനോഹരങ്ങളായ പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുള്ള ഈ യാത്രയിൽ സമയം പോകുന്നത് അറിയില്ല. റോഡ് സൈഡിൽ വണ്ടി നിർത്തി അതിൽ കൊണ്ടുവന്നിരുന്ന ഉച്ചഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇത് സാഗ എന്ന സ്ഥലം. കൈലാസ യാത്രികരിൽ പലരും മാനസ സരോവറിന് തൊട്ട് മുമ്പുള്ള ഇടത്താവളമായി താമസിക്കുന്നത് ഇവിടെയാണ്. എങ്കിലും അടുത്ത ദിവസം മാനസ സരോവറിലേക്കുള്ള യാത്രയുടെ ദൂരം കുറയ്ക്കുന്നതിനായി ഞങ്ങൾ സാഗയും പിന്നിട്ട് അവിടെ നിന്നും 166 കിലോമീറ്റർ അകലെയുള്ള ജോങ്ബ എന്ന സ്ഥലത്താണ് താമസിക്കാൻ തീരുമാനിച്ചത്. കൈലാസ യാത്രയിൽ പ്രകൃതിയിലെ നിറപ്പകർച്ചകൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ന്യാലത്തിൽ നിന്നും ജോങ്ബായിലേക്കുള്ള ഈ യാത്രയിലാണ്. വൈകുന്നേരം 7 മണിക്ക് ഞങ്ങൾ ജോങ്ബായിലെ ഹോട്ടലിലെത്തി. ജോങ്ബായിൽ നിന്നും തുടർന്നുള്ള യാത്രകൾ അടുത്ത വീഡിയോയിൽ കാണാം.